അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ അവസാനത്തെ പാഠം, 12ാമത്തെ പാഠം. പാഠത്തിന്റെ പേര് പശ്ചാത്തപിക്കാൻ മറക്കരുത്, മടിക്കരുത്. നമ്മളെല്ലാം മനുഷ്യരാണ്. മനുഷ്യ സഹജമായിട്ട് ഒരുപാട് തെറ്റുകൾ വരും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളുണ്ട്, അറിയാതെ ചെയ്യുന്ന തെറ്റുകളുണ്ട്. എല്ലാം അള്ളാഹു പുറത്തു തരാൻ തയ്യാറാണ്. പക്ഷേ നമുക്ക് അള്ളാഹുവിനോന്റെ മുമ്പില് പഠിച്ച തമ്പുരാന്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നന്നാൻ ആഗ്രഹമുണ്ട് എന്ന് തുറന്ന് പറയാനുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിൽ അള്ളാഹു കാരുണ്യവാനാണ്. റഹ്മത്തിന്റെ കവാടങ്ങളെ അള്ളാഹു തുറന്നു വെച്ചിരിക്കുക. എല്ലാ ദിവസവും പുറത്തു കൊടുക്കുന്ന പൊറുക്കലിനെ തേടുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് അള്ളാഹു മഗ്ഫിറത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. ആരൊക്കെ ചോദിക്കുന്ന അവർക്ക് കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അടിമയായ അള്ളാഹുവിന്റെ റസൂലായ നബിത്തങ്ങള് ഒരു ദിവസം 100-ൽ പരം പ്രാവശ്യം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയിരുന്നു. ഒരു ഹദീസിൽ 70-ൽ പരം പ്രാവശ്യം പൊറുക്കലിനെ തേടിയിരിക്കുന്നു എന്നും കാണാം. എങ്ങനെയാണെങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹിന്റെ റസൂല് 100-ൽ പരം പ്രാവശ്യം ഒരു ദിവസം അള്ളാഹിന്റെ പൊറുക്കലിനെ തേടാണെങ്കിൽ, നിത്യവും അറിയാതെയും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന നമ്മളൊക്കെ എത്ര പ്രാവശ്യം പൊറുക്കലിനെ തേടണം? തെറ്റ് ചെയ്ത ഉടനെ പൊറുക്കലിനെ തേടുന്ന നിർബന്ധം. രാവിലെ ഒരു തെറ്റ് ചെയ്തു, ഇനി രാത്രി പൊറുക്കലിനെ തേടാ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. കാരണം നമ്മുടെ മരണം എപ്പോഴാ ഉണ്ടാകുന്ന ഒരു ഉറപ്പില്ല, ഒന്നും പറയാൻ സാധ്യല്ല. ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് വരെ എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഒരുപാട് മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ഒരു സ്കൂട്ടർ ഓടിച്ചു കൊണ്ടിരിക്കുന്ന ആള് സ്കൂട്ടർ അവിടെ നിർത്തി ഓഫാക്കുന്നവരെ അസ്രായേൽ വെയിറ്റ് ചെയ്യില്ല. ഓടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഡേറ്റ്, കൃത്യസമയം, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് ആയി കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് പിടിക്കും. ഒരു ബസ് ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രൈവർ ആ വാഹനം ബസ് സ്റ്റോപ്പിൽ നിർത്തുന്നവരെ വെയിറ്റ് ചെയ്യില്ല. ഓട്ടത്തിനിടയിൽ അവന്റെ കാലാവധി എത്തിയിട്ടുണ്ടെങ്കിൽ, സമയമായിട്ടുണ്ടെങ്കിൽ അസ്രായേൽ പിടിക്കും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ആ പ്രസംഗത്തിന്റെ ഇടയിൽ സമയം, അവന്റെ ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ, സമയമായി കഴിഞ്ഞാൽ അവന് കുഴഞ്ഞു വീണ് മരിക്കും. അതാണ് പത്രത്തിൽ വായിക്കുന്നത്, പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയും. അങ്ങനെ മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറ് നമ്മോ ശരീരത്തോട് എത്ര അടുത്തിരിക്കുന്നു അത്രയും അടുത്തിരിക്കുകയാണ് നമ്മുടെ മരണം. അതുകൊണ്ട് എല്ലാ സമയത്തും മരണത്തിന് വേണ്ടി തയ്യാറായി, ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കാം. നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ തെറ്റ് ചെയ്ത ഉടനെ അള്ളാഹിനോട് പൊറുക്കലിനെ തേടാം. പൊറുക്കലിനെ തേടുമ്പം അതിനാണ് തൗബ എന്ന് പറയാം. പഠിച്ചോനെ, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി, ഇതുവരെ ചെയ്ത എല്ലാ ദോഷങ്ങളും പഠിച്ചോനെ എനിക്ക് പുറത്തു തരണം എന്ന് പഠിച്ചോന് മുമ്പിൽ പറഞ്ഞു. നമ്മളും പഠിച്ചോനെ അറിഞ്ഞാൽ മതി, വേറെ ആരും പറയണ്ട. നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും. ഈ തോപ ചെയ്യുമ്പോൾ 3 ഷർത്തുണ്ട്. 1, ചെയ്ത ദോഷത്തിന് മേൽ ഖേദിക്കുക. പഠിച്ചോനെ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. ആ ദുഃഖം മനസ്സിൽ കൊണ്ടുവന്നിട്ട് പഠിച്ചോന്റെ മുമ്പിൽ കരയാം. ഇതിനാണ് ഖേദിക്കുക എന്ന് പറഞ്ഞു. പഠിച്ചോനെ, ഞാൻ തെറ്റുപോയി, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, ഇനി ഒരിക്കലും തെറ്റ് ചെയ്യൂല എന്ന് പഠിച്ചവനോട് പറയാം. ആ ദുഃഖം മനസ്സിൽ കൊണ്ടുവരാം, അതിനെ ഖേദിക്കുക എന്ന് പറഞ്ഞു. 2-ാമത്തെ ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക. നമ്മൾ ഇതുവരെ ചെയ്ത ദോഷങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് പഠിച്ചവനെ, ഞാൻ ഇനി ഒരിക്കലും തെറ്റ് ചെയ്യൂല എന്ന് പറയാം. അതുപോലെ തന്നെ പൂർണ്ണമായും അതിൽ നിന്ന് മാറി നിന്നു എന്ന് പഠിച്ചവന് പറയാം. ഈ 3 ഷർത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് തൗബ സഹിയാവും. ഇനി തൗബ ചെയ്യുമ്പോൾ മറ്റ്
മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൂട്ടുകാരെ യേശുനി പരദൂഷണം, അല്ലെങ്കിൽ കൂട്ടുകാരെ തെറ്റി മോശമായി പറഞ്ഞു, അവർക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ അവരോട് പൊരുത്തപ്പെടിക്കണം. കടം കൊടുക്കാണ്ടെങ്കിൽ കടം കൊടുത്തു വിട്ടുക, അല്ലെങ്കിൽ അവധി പറയാ, അടുത്ത മാസം തരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അവധി പറയുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ, ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ തൗബ ചെയ്യാൻ പറ്റൂ. സത്യസന്ധമായ നിഷ്കളങ്കമായ തൗബ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? പിന്നെ അള്ളാഹു നമ്മ എല്ലാ ദോഷങ്ങളും പുറത്തരും. പിന്നെ അവിടെ അങ്ങോട്ട് നന്നാവുള്ള മനസ്സുണ്ടായിരിക്കണമെന്ന് മാത്രം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റൂഹ് തൊണ്ടക്കുയിൽ എത്തുന്ന സമയം വരെ നമുക്ക് തൗബ ചെയ്യാം. അസ്രായേൽ നമ്മളെ റൂഹിനെ പിടിക്കാൻ വരികയാണ്. ആ സമയത്ത് അള്ളാഹുവെ ഞാൻ തൗബ ചെയ്യാണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് പോലും അള്ളാഹു റൂഹ് നമുക്ക് മാറ്റി വെക്കുകയില്ല. അപ്പൊ എപ്പോഴും നമ്മൾ മരിക്കാൻ വേണ്ടി തയ്യാറാ. തൗബ, തെറ്റ് ചെയ്ത ഉടനെ തൗബ ചെയ്യുക. തെറ്റിന് പരമാവധി മാറി നിൽക്കാൻ ശ്രമിക്കുക. അറിയാതെ തെറ്റിൽ വന്ന് ഇടപെട്ട് തെറ്റിൽ വന്നു പോയി കഴിഞ്ഞാൽ ഉടനെ തൗബ ചെയ്ത് നന്നാവാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നമുക്ക് പാഠം വായിച്ച് അതൊന്ന് വിശദീകരിക്കാം. അദ്ർസ് സാനി അശറ, പാഠം 12. പശ്ചാത്തപിക്കാൻ മറക്കരുത്, മടിക്കരുത്. കൂട്ടുകാരെ, നമ്മുടെ കൂട്ടത്തിൽ തെറ്റ് സംഭവിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവാൻ ഇടയില്ല. കാരണം അമ്പിയാക്കൾ അല്ലാത്ത മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഉടനെ തൗബ ചെയ്യണം. ഈ പാരഗ്രാഫിന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്, തെറ്റുകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഉടനെ തൗബ ചെയ്യണം. ദോഷത്തെ തൊട്ട് ഖേദിച്ച് മടങ്ങലാണ് തൗബ. ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്, എന്താണ് തൗബ? ദോഷത്തെ തൊട്ട് ഖേദിച്ച് മടങ്ങലാണ് തൗബ. എന്താണ് തൗബ? ദോഷത്തെ തൊട്ട് ഖേദിച്ച് മടങ്ങലാണ് തൗബ. തൗബ അള്ളാഹു സ്വീകരിക്കാൻ ചില നിബന്ധനകൾ ഉണ്ട്. തൗബ അള്ളാഹു സ്വീകരിക്കാൻ ചില നിബന്ധനകൾ ഉണ്ട്. 4 നിബന്ധനകളാണ് ഉള്ളത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. 1, ചെയ്ത ദോഷങ്ങളുടെ മേൽ ഖേദിക്കുക. 2, ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക. 3, തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. 4, മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാക്കുക. മനുഷ്യരുടെ ഹക്കുകൾ എന്ന് പറഞ്ഞാല് മനുഷ്യന്മാരായ ആളുകളെ അവരോട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കുക. യേശുനി പരദോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം. അവർക്ക് പൈസ കടം കൊടുക്കാണ്ടെങ്കിൽ കടം കൊടുത്തു വിട്ടുക, അല്ലെങ്കിൽ പൈസ തരാമെന്ന് അവധി പറയാ. ഇങ്ങനെ ഇതാണ് മനുഷ്യരുമായുള്ള ഹക്കുകളിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്, തൗബ അള്ളാഹു സ്വീകരിക്കാനുള്ള നിബന്ധനകൾ എത്ര, ഏതെല്ലാം? 4, 1, ചെയ്ത ദോഷങ്ങളുടെ മേൽ ഖേദിക്കുക. 2, ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു നിൽക്കുക. 3, തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. 4, മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാക്കുക. ദോഷം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകലുന്ന നാം തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെ അകന്നു പോവാണ്. തൗബ ചെയ്ത് നമ്മൾ നന്നായി കഴിഞ്ഞാലോ അള്ളാഹുവിലേക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. അതിനാൽ തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തൗബ ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹു. തെറ്റ് ചെയ്യുന്നു, തൗബ ചെയ്യാത്ത ആൾക്കാരെ അള്ളാഹുവിന് ഭയങ്കര ദേഷ്യമാണ്. തൗബ എല്ലാ വഴിപ്പെടലുകളുടെയും താക്കോലാണ്. എല്ലാ വഴിപ്പെടുകളുടെയും താക്കോലാണ് എന്ത്? തൗബ. അങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. എല്ലാ വഴിപ്പെടലുകളുടെയും താക്കോലാണ് ഡാഷ് തൗബ. ആത്മാർത്ഥമായ തൗബ അള്ളാഹു സ്വീകരിക്കും. ആത്മാർത്ഥമായ തൗബ അള്ളാഹു സ്വീകരിക്കും. എല്ലാരും 3 വട്ടം പറയും, ആത്മാർത്ഥമായ തൗബ അള്ളാഹു സ്വീകരിക്കും.
ആത്മാർത്ഥമായ തോബ അള്ളാഹു സ്വീകരിക്കും. ആത്മാർത്ഥമായ തോബ അള്ളാഹു സ്വീകരിക്കും. റൂഹ് തൊണ്ടകുയിൽ എത്തിയ സമയത്തും സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഉദിച്ച ശേഷവും തോബ സ്വീകരിക്കപ്പെടുന്നതല്ല. തോബ സ്വീകരിക്കപ്പെടുന്നതല്ല ഏതെല്ലാം സമയങ്ങളിൽ? ഉത്തരം പറയൂ. റൂഹ് തൊണ്ടക്കുയിൽ എത്തിയ സമയത്തും സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഉദിച്ച ശേഷം, അഥവാ കിയാമത്ത് ആ സമയത്താണ് സൂര്യൻ പടിഞ്ഞാറിന് ഉദിക്കുക. അപ്പൊ കിയാമത്ത് സമയത്ത് സൂര്യൻ പടിഞ്ഞാറിന് ഉദിച്ചാലും തോബ സ്വീകരിക്കില്ല. അതുവരെ സമയമുണ്ട്. എപ്പോഴും നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. അപ്പൊ അള്ളാഹു തോബ സ്വീകരിക്കപ്പെടാത്ത രണ്ട് സമയങ്ങളിൽ റൂഹ് തൊണ്ടക്കുയിൽ എത്തിയ സമയത്തും സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഉദിച്ച ശേഷവും. ഒന്നും കൂടി പറയാം. തോബ സ്വീകരിക്കപ്പെടാത്ത രണ്ട് സമയങ്ങൾ റൂഹ് തൊണ്ടക്കുയിൽ എത്തിയ സമയത്തും സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉദിച്ച ശേഷവും. ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുറഹിറു. അത് കാണാതെ പഠിക്കണം. ഒന്നും കൂടി പറയൂ. ഹദീസ് പറയാ. ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുറഹിറു. ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുറഹിറു. അതിനർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്. റൂഹ് തൊണ്ടക്കുയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തോബ അള്ളാഹു സ്വീകരിക്കും. അതാണ് അതിന്റെ അർത്ഥം. ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുറഹിർ. അതിന്റെ അർത്ഥം എന്താണ്? റൂഹ് തൊണ്ടക്കുയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തോബ അള്ളാഹു സ്വീകരിക്കും. ഒന്നും കൂടി പറയാ. ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുറഹിർ. റൂഹ് തൊണ്ടക്കുയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തോബ അള്ളാഹു സ്വീകരിക്കും. ഈ ഹദീസും അതിന്റെ അർത്ഥവും കാണാതെ പഠിക്കണം, എഴുതി പഠിക്കണം. അതുകൊണ്ട് കൂട്ടുകാരെ, ഇനിയും കാത്തിരിക്കാതെ അള്ളാഹുവിലേക്ക് മടങ്ങാം. ഇനി നമ്മൾ കാത്തിരിക്കാതെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാവുക. നിസ്കാരം, നോമ്പ് മുതലായവ ഖളാ ആക്കിയതിനാണ് തോബ ചെയ്യുന്നതെങ്കിൽ അവ ഖളാ വീട്ടേണ്ടതാണ്. നിസ്കാരം, നോമ്പ് ഖളാ ആയിട്ടുണ്ടെങ്കിൽ ആദ്യം നോമ്പ് ഖളാ വീട്ടുക, പിന്നെ നിസ്കാരം ഖളാ വീട്ടുക. ഇത് ചെയ്തതിനു ശേഷം മാത്രം തോബ ചെയ്താൽ മതി. അല്ലെങ്കിൽ അള്ളാഹു തോബ സ്വീകരിക്കുകയില്ല. ഇനി അടുത്ത പേജ് മറിക്കാം. തദ്രീബാത്തിലെ ചോദ്യോത്തരങ്ങളെ നമുക്ക് പരിശോധിക്കാം. 1. ഉത്തരം കണ്ടെത്താം. എന്താണ് തൗബ? അതിന്റെ ഉത്തരം 4-ാമത്തെ വരി കൊടുത്തിട്ടുണ്ട്. ദോഷത്തെ തൊട്ട് ഖേദിച്ച് മടങ്ങലാണ് തൗബ. 2-ാമത്തെ ചോദ്യം, തെറ്റ് സംഭവിക്കുകയില്ല ആർക്ക്? അമ്പിയാക്കൾക്ക്. അതെവിടെയുള്ളത്? 2-ാമത്തെ വരി കൊടുത്തിട്ടുണ്ട്. അമ്പിയാക്കൾ അല്ലാത്ത മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാം. അപ്പൊ തെറ്റുകൾ സംഭവിക്കില്ല ആർക്ക്? അമ്പിയാക്കൾക്ക്. അപ്പൊ 2-ാമത്തെ ചോദ്യം ഒന്നും കൂടി പറയാം. തെറ്റുകൾ സംഭവിക്കുകയില്ല ആർക്ക്? അമ്പിയാക്കൾക്ക് എന്നാണ് അതിന്റെ ഉത്തരം. 2-ാമത്തെ വരിയിൽ കാണാം അമ്പിയാക്കൾ അല്ലാത്ത മനുഷ്യരെന്നാണ് തെറ്റുകൾ സംഭവിക്കുക. അപ്പൊ തെറ്റുകൾ സംഭവിക്കാത്ത ആൾക്കാര് ആരാണ്? അമ്പിയാക്കൾ. 3. തെറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഉടനെ തൗബ ചെയ്യണം. 3-ാമത്തെ വരിയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ഉടനെ തൗബ ചെയ്യണം. വ്യക്തമാക്കാൻ തൗബ സ്വീകരിക്കപ്പെടും ഏതുവരെ? അവസാന പാരഗ്രാഫിൽ 1-ാമത്തെ വരി കൊടുത്തിട്ടുണ്ട്. റൂഹ് തൊണ്ടക്കുയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. 2. നാം അള്ളാഹുവിലേക്ക് അടുക്കുന്നതും അകലുന്നതും എപ്പോൾ? ദോഷം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകലുന്ന നാം തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. 4-ാം പാരഗ്രാഫിന്റെ 1-ാമത്തെ വരി. ദോഷം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകലുന്ന നാം തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്.
അർത്ഥം പഠിക്കാം. ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുർഹിർ. അതിന്റെ അർത്ഥം അവസാന പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. റൂഹ് തൊണ്ടക്കുയിലെത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. ശീലിക്കാം. ദിവസവും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നതിനെ അധികരിപ്പിക്കാം. എല്ലാ ദിവസവും എല്ലാ വിദ്യാർത്ഥികളും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് മനസ്സ് കരുതിക്കൊണ്ട് ഒരു 10 പ്രാവശ്യം എല്ലാവരും ചെല്ലാം. അങ്ങനെ പിന്നീട് ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ കൂടുതൽ കൂട്ടുക. പിന്നെ 20 വട്ടം 30 വട്ടം അങ്ങനെ കൂടുതൽ ചെല്ലുക. എല്ലാ ദിവസവും 10 പ്രാവശ്യം ഉറങ്ങുന്നതിന് മുമ്പ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 10 വട്ടം ചൊല്ലിയിട്ട് ഇന്ന് മുതൽ കെടുക്കാൻ പാടല്ലോ. എല്ലാരും തീരുമാനം എടുത്തില്ലേ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുതാം. തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ 4 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അത് വൃത്തിയില് നോട്ട് ബുക്കിൽ എഴുതാ കാണിക്കാം. 1. ചെയ്ത ദോഷം കൊണ്ട് മേൽ ഖേദിക്കുക. 2. ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക. 3. തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. 4. മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാക്കുക. ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കാം. അല്ലാഹു നമുക്കെല്ലാവർക്കും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.